ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പണി എന്ന് പറഞ്ഞാൽ മുറ്റൊക്കെ അടിച്ചു വാരി ആകൊക്കെ അടിച്ചു വാരിട്ട് ഒന്ന് ഫ്രഷാണ് കയ്യും മോക്കൊന്ന് കഴുകി ഒന്ന് എന്താ പറയുക വൃത്തിയായിട്ട് വന്ന് നമുക്ക് അകത്തെ ചായയും കടി ഉണ്ടാക്കണം അകത്താണ്. അപ്പം നമുക്ക് വിശേഷപ്പെട്ടൊരു ദിവസമാണ്, എൻ്റെ പിറന്നാളാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതുവരെ ഇത്രയും നാളുള്ള കഴിഞ്ഞ പിറന്നാളിനൊന്നും നമ്മളൊന്നും പരിപാടി നടത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതുവരെ കേക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല. എന്നെ പോലെ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പിറന്നാൾ അങ്ങനെ തന്നെ സാധാരണ ദിവസം പോലെ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ഇന്ന് രാവിലെ കൂളിയും കൂടിയും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പിറന്നാളും വീട്ടിൽ ഒരു ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കലില്ല, സാധാ ചോറും കറി മാത്രം. അമ്പലത്തിൽ പോലെ പതിവുണ്ട് കേട്ടോ, എല്ലാ പിറന്നാളും അമ്പലത്തിൽ പോലുണ്ട്. ഇപ്രാവശ്യം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അപ്പോൾ അതും മുടങ്ങി. അപ്പോൾ ഈ രാത്രി കണ്ട ചായൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ സിമ്പിൾ പരിപാടി എല്ലാവരും വിചാരിക്കില്ല. പക്ഷേ അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ടുണ്ടാകുമ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ കൂടി ഒന്നും കൂടി അത് റിച്ചാക്കി അല്ലെങ്കിൽ ഒന്നുകൂടി പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം ആക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അതേപോലെ അവിലും പഴമൊക്കെ കുഴക്കുകയാണെങ്കിലും അതിൽ തന്നെ എന്തെങ്കിലും ഞാൻ പ്രോട്ടീൻസുള്ള സാധനങ്ങൾ ചേർക്കാൻ നോക്കും കേട്ടോ. പക്ഷേ മക്കളിങ്ങനെ കഴിക്കുമ്പോഴൊക്കെ അതിൽ ഓരോ വയറ്റിക്ക് എത്തുള്ളൂ, അല്ലാതെ അതായിട്ട് കഴിക്കില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഉപ്പുമാവ് ഉണ്ടാക്കണം ഞാനൊക്കെ സേമിയും അതേപോലെ വൻപയറും ചെറുപയറും ഒക്കെ ചേർത്തിട്ടുണ്ടോ. വൻപയറും ചെറുപയറൊക്കെ കുറച്ച് മുളപ്പിച്ചതിനൊന്നും ഉഷാറായാലും ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ട് മുളച്ചിട്ടില്ല. അതിന് മുന്നേക്ക് സമയം എന്താ പറയുക, ക്ഷമല്ല ഇടുക വെക്കുക അത്ര തന്നെ ഉള്ളൂ. 2 ദിവസം മുന്നേ കെട്ട് കഴിഞ്ഞാൽ അത്രയും ക്ഷമല്ല എന്നിട്ടേ എന്തിനിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ഉണ്ടാക്കിയില്ല. ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എന്തെങ്കിലും ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ആദ്യം റവ വറുത്തു, പിന്നെ സേമിയ കുറച്ച് ഞാൻ വറുത്തെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. എനിക്ക് കടുക്, പരിപ്പ്, ഉഴുന്ന് ഒക്കെ ഇട്ടു. പിന്നെ കടലപ്പരിപ്പൊക്കെ ഉണ്ട് ചേർക്കാം കേട്ടോ, നമ്മൾ കയ്യിലിപ്പോൾ അതില്ല, അപ്പം ചേർത്തിട്ടില്ല. പിന്നെ സവോള, പച്ചമുളക്, ക്യാരറ്റ്, കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതായത് വെന്ത് കുഴഞ്ഞു പോകാത്ത വെജിറ്റബിൾസ് കേട്ടോ. അത് ഇനിയിപ്പോൾ ഇതിക്ക് കളർ ബീറ്റ്റൂട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഒന്നര കളർ ചേഞ്ച് ആവുന്നുള്ളൂ. കളറിൻ്റെ കലിക്ക് എന്താ കാര്യമല്ലേ, നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ അതൊക്കെ നല്ലപോലെ വഴറ്റിയിട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ ഇതൊരു കളർഫുള്ളാവില്ലേ. നമ്മൾ കല്യാണ സമയത്തൊക്കെ രാവിലെ കണ്ടില്ലേ, തലേങ്ങനത്തെ പാർട്സും ഒക്കെ കൂട്ടിയിട്ട് ഉപ്പുമാവ് നല്ല ടേസ്റ്റ് അല്ലത്. അതിനുള്ള ഉഴുന്നും പരിപ്പൊക്കെ ഇടല്. എന്നാൽ ഞാൻ വീട്ടിലെപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഈ സാധനമൊക്കെ ഇട്ടു കേട്ടോ. ഇന്ന് ഉണ്ടോ വൻപയർ ചെറുപയറൊക്കെ കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ചു ഞാൻ, അധികം വെന്ത് പോകാതിച്ചിട്ട്. പക്ഷേ എന്താ പറയുക, കുതിർക്കാതെ വേവിക്കാട്ടാലും ഇന്ന് വെന്ത് പോകാതെ വെച്ചപ്പോൾ കുറച്ച് നല്ല വെന്തും ചെയ്തത്. അപ്പോൾ കറിക്ക് വേണ്ടി വേവിക്കുകയാണെങ്കിൽ വേവന്നല്ല. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കേട്ടോ, ഒന്നൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട്. പിന്നെ വറുത്ത് വെച്ച സേമിയായിട്ട് ഒന്ന് തിളപ്പിച്ചു. പിന്നെ അതിലേക്ക് റവട്ട് നന്നാക്കി ഇളക്കുക, ആവിയിൽ അടച്ചു വയ്ക്കുക, ആവിയിൽ വേവിക്കുക. ഉപ്പുമാവ് റെഡി ഉണ്ടോ. ഞാൻ പിന്നെ എനിക്ക് റവ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സേമിയയും ചേർക്കൂട്ടോ. എനിക്ക് അത് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വേറൊരു പരീക്ഷണം കൂടി നടത്തി നോക്കി. ഈ സേമിയയുടെ കൂട്ട് കുറച്ച് സാബൂനരി, ചൗവരിയില്ലേ, അങ്ങനെ സാബൂനരിയും കൂടി ചേർത്ത് നോക്കിട്ടോ. പക്ഷേ അത് കുറച്ച് വെന്ത് പോയി, സാബൂനരി ഒന്നൊരു വെന്തതായി. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇടയ്ക്ക് ആ സാബൂനരി ഇങ്ങനെ കാണണം, അങ്ങനത്തെ ഒരു രീതിയിലൂടെ കാണിച്ച് ഈ എല്ലാം മുന്നേ. പക്ഷെ അത് കട്ട ഫ്ലോപ്പായിട്ട് പിന്നെ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതല്ല കേട്ടോ, നമുക്ക് ചവരിപ്പില്ല, അതുകൊണ്ടാണ്. മറ്റേ ഞാനിങ്ങനെ എപ്പോഴൊക്കെ എഴുതി വെക്കലൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു പാക്കറ്റ് പാലൊക്കെ ഇട്ട സമയത്ത് സേമിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പായസം ആക്കാമല്ലോ, പെട്ടെന്ന് തട്ടിക്കൂട്ട് പായസം. ഇത് നെയ്യോ അണ്ടിപ്പരിപ്പ് മുന്തിയോ നിർബന്ധമല്ല. എന്നുവെച്ചാൽ ആ സാധനം വേവിച്ച് പഞ്ചസാരട്ട പായസമായില്ലേ, മക്കൾക്കും ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ സാബുനരി നമ്മളെ കയ്യിലില്ല, ഇനിയിപ്പോൾ വാങ്ങി വെക്കണം. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴേ കുറേ നമ്മളെ കുപ്പിപ്പാട്ടകളൊക്കെ മിസ്സിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ തട്ടിപ്പൊറുക്കി കഴുകിയൊക്കെ ഉണ്ട്. കുറേയൊക്കെ കഴുകി വെച്ച് തന്നെ തട്ടുമ്പുറത്ത് വെക്കുന്നുണ്ട്, അതൊക്കെ ശരിയാക്കണം. ഇപ്പോൾ വന്നിട്ട് 1.5 മാസമൊക്കെ ആയി. എന്നിട്ട് ഇപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ ടച്ച് മാറണില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അറേഞ്ച് ചെയ്യാൻ സ്ഥലമല്ല, എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉപ്പുമാവ് കണ്ടാൽ ഫൈനലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി പിറന്നാളല്ലേ, ഞാൻ പറഞ്ഞാൽ പിറന്നാളാണെന്ന്. അപ്പോൾ കുളിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ തിരുമ്പാനുണ്ട് കേട്ടോ. തിരുമ്പാനുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അമ്പലത്തിലൊക്കെ പോയിക്കുമ്പോൾ നല്ല മനസ്സുഖമാണല്ലേ. നമുക്കിത് കഴിയാത്തതുകൊണ്ട് ഇപ്പം അമ്പലത്തിലേക്ക് പോയിട്ടില്ല. ഉപ്പുമാവിന് ഇതിനേക്കാൾ ഒന്നും കൂടി ഡാർക്ക് യെല്ലോ ഉണ്ട് കേട്ടോ. ഈ ഫോണിൻ്റെ ക്യാമറ എന്താ അറിയില്ല, ഇതൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കളർ കിട്ടണമെന്നല്ല.
അങ്ങനെ ഞങ്ങൾ ഒക്കെ ചായ അടിച്ചില്ല കേട്ടോ. അതൊക്കെ റെഡിയാക്കി ഞാൻ ഈ തിരുമ്പൽ പരിപാടിക്ക് കടന്നേക്കാണ്. കുറേ തിരുമ്പാൻ 2-3 ദിവസമായിട്ട് നമുക്ക് ജപ്പാൻ പണി മുടക്കിന് വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം വന്ന സമയത്ത് ഒക്കെ വേഗം തിരുമ്പിയതാണ്. ഈ സമയത്ത് നിൽക്കാമെന്ന് അറിയില്ലല്ലോ അത് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ എന്നും ഇട്ടുള്ള ഡ്രസ്സ് നമുക്ക് അത്യാവശ്യ ഡ്രസ്സുകൾ ഉണ്ടല്ലോ കുട്ടികൾക്ക്. ഇപ്പോൾ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കല്ലേ, അപ്പോൾ കുട്ടീൻ്റെ അപ്പിട്ടൂനും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ന് അലക്കിയിടും. നമുക്ക് അത്യാവശ്യമുള്ള സാധനമൊക്കെ എന്ന് തിരുമ്പി കേട്ടോ. അല്ലാത്ത സാധനങ്ങളാണ് നമ്മളങ്ങനെ വെക്കുന്നത്. വെള്ളം ഇല്ലാഞ്ഞിട്ടാണ്. അത്രയും നമുക്ക് വെള്ളം മുക്കിക്കോളം തിരുമ്പാൻ മാത്രം ഇതില്ല, കഴിയില്ലല്ലോ. എത്രയെന്ന് വെച്ചിട്ടാണ് തിരുമ്പോൾ. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരും ഇല്ലേ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുട്ടികളെ പണിയിട്ടത്. ഞാൻ എൻ്റെ ചായയൊക്കെ കഴിഞ്ഞു. മുന്നേ ഞാൻ കുളിക്കാൻ പോണ മുന്നേ തന്നെ അമ്മയൊക്കെ ചായ കുടിച്ചു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. പിന്നെ തേങ്ങ ഇന്നലെ ഞാൻ ചിത്തറിൻ്റെ വീട്ടിൽ പോയൊരു വീഡിയോ ഇട്ടുന്നില്ലേ, അപ്പോൾ ആ പോയ സമയത്ത് അവിടെ 3-4 തേങ്ങ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞേ, അമ്മേൻ്റെ കാലത്തൊക്കെ പണ്ട് തേങ്ങാപ്പൂളും ശർക്കര ഇട്ട് തിന്ന് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞങ്ങളൊന്ന് പരീക്ഷിക്കാനുള്ള പരിപാടിയില്ല. എൻ്റെ കുട്ടികളിങ്ങനെ പറയണത് തിന്നാൻ തിരുമ്മാന്ന് പറയട്ടോ. അപ്പോൾ നമുക്ക് അതിലിപ്പോൾ സാധനങ്ങളൊന്നുമില്ല, ബിസ്ക്കറ്റും ബ്രെഡും കാര്യങ്ങളൊന്നുമില്ലൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി വാങ്ങാൻ പോവണം. അതിന് മുന്നേക്ക് ഇനി ഇതൊക്കെ ഉള്ള കൊടുക്കട്ടെ വിചാരിച്ചിട്ടോ. എന്നാൽ ചോറിനാനൊക്കെ ആയിരുന്നു. ചോറിനായ സമയത്ത് ഇനി വേറെ ഓട്സൊക്കെ ഉണ്ട്, പക്ഷെ അതുണ്ടാക്കി കൊടുത്തെന്താ പിന്നെ ചോറിനൂല. അമ്മ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന അമ്മേനെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇവിടെ കുത്തിച്ചരിച്ചിട്ടേ അമ്മ പറഞ്ഞ് കുറച്ചേരം ഞാൻ പിടിക്കാൻ. അമ്മയ്ക്ക് നേരമൊന്നുമില്ല വെച്ചാൽ അമ്മ ചോറും കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അമ്മ ചോറും കറിക്ക് വെക്കാൻ വളരെ വൈകുന്നത്. ചേച്ചീൻ്റെ കുട്ടിയും കുറച്ചും കൂടെ ആയപ്പോഴേ കാശിക്കുട്ട തീരെ നിൽക്കണില്ല. പിന്നെ ഓളും ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് 2 കുട്ടികളും കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാശിക്കുട്ടിന് പിന്നെ വലുതാവും തോറും കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടേ എപ്പോഴും ആരെങ്കിലും എടുത്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും അമ്മ, എൻ്റെ അമ്മേനെ കണ്ടാണ് കുട്ടിക്ക് അധികം കൊഞ്ചലുള്ളത്. അപ്പം ഞാൻ ഓരോ പണിയെടുക്കുന്ന സമയത്ത് കുട്ടീനെ അമ്മയ്ക്ക് നോക്കണം. അങ്ങനെ 2 ആളും എടുക്കേണ്ട പണികളൊക്കെ ഒരാൾ മാത്രം എടുക്കുമ്പോഴേ അങ്ങനെ വൈകി പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ തേങ്ങാപ്പൂൾ ശർക്കരയൊക്കെ തിന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനെന്താ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ ഞങ്ങൾ ചോറിനടുത്ത് ചേനയും തക്കാളിയും കറിയും ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ സെലിബ്രേഷനുകൾ നല്ല രസമല്ലേ, ബർത്ത്ഡേ സർപ്രൈസായിട്ട് ഭർത്താവ് വരിക, അല്ലെങ്കിൽ അമ്മ വരിക, അച്ഛൻ വരിക, മറ്റ് ഫ്രണ്ട്സ് വരിക, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്ര വർഷങ്ങളായിട്ടേക്ക് അങ്ങനത്തെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ സർപ്രൈസ് ആവണം എന്ന് വെച്ചാൽ അതൊക്കെ ഓരോ ഇതല്ലേ, നമുക്ക് എല്ലാം ഭാഗ്യമല്ല. അപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ കണ്ട ഓരോ കുട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തട്ടിക്കൂട്ട് പണിയാണ് കേട്ടോ. അപ്പോൾ പാലപ്പറ്റ ചിത്തറിൻ്റെ വീട്ടിൽ ഒരു അമ്മ കുറേ കോവൽ നട്ടിട്ട് കോവൽ നല്ല കോവയ്ക്കാണ്. അപ്പോൾ അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത കിളികൾ കുത്തി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അച്ചാറുണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടോ. ഞാനിപ്പോൾ ഇത് എവിടെയും കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. യൂട്യൂബിലൊക്കെ ഉണ്ടാവുമോ ഞാൻ അപ്പോൾ ആ സമയത്ത് നോക്കിയിട്ടുമില്ല. എന്തായാലും കോവയ്ക്കേണ്ട അച്ചാറുണ്ടാക്കി നോക്കട്ടെ. എന്താ വെച്ചാൽ അത്ര പുളിയുള്ള ഫ്രൂട്ട്, അതുപോലെ കോവയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ അച്ചാർ പൊരിച്ചിട്ടൊക്കെ തിന്നൊക്കെ പറഞ്ഞു കേട്ടോ കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് തോന്നി അച്ചാറുണ്ടാക്കട്ടെ, ഒരു പരീക്ഷണം. അപ്പോഴത്തേക്ക് എന്താ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നന്നാക്കി ഇളക്കിയിട്ടോ. പിന്നെ അച്ചാറുണ്ടാക്കുക തട്ടിക്കൂട്ട് അച്ചാറെന്ന് പറയാൻ ഒന്നാമത് കായപ്പൊടി ഒന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കൂട്ടെന്ന് പറയാൻ കാരണം. അതേപോലെ ഇത് ഈ മഞ്ഞൾ മുളക് ഉപ്പിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടോ. ഇളക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് ഇളക്കി അടി ഇങ്ങനെ മുകൾക്ക് മറിച്ചെടുത്തേക്കാണ്. ഇതിങ്ങനെ റെഡിയാകുമെന്ന് ഈ സമയത്ത് നമുക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ പോകാൻ ചിലപ്പോൾ റെഡിയാവും. ഓരോ സിറ്റുവേഷനും ഓരോ സാധനം അനുസരിച്ചിട്ടല്ലേ അതിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നന്നാവുമായിരിക്കാം. വേറെ രീതിയിലൊക്കെ വെച്ചിട്ട് ഈ അച്ചാറില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അത് കോവയ്ക്കല്ലേ, നമുക്ക് കടിക്കാൻ കിട്ടുന്നില്ലല്ലോ. കടിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ല അച്ചാറും രസം തോന്നുന്നു. പക്ഷെ ഇത് കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെന്ത് കുഴഞ്ഞിരിക്കുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ എൻ്റെ കോവ അരിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിലാക്കി രൂപം കണ്ടത് കേട്ടോ. അത് തോന്നി ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ എന്ന്. അപ്പോൾ ആ മസാല കൂട്ടി നന്നാക്കി ഒന്ന് നല്ലെണ്ണയിൽ പൊരിച്ചെടുത്തു. ഇനിയിപ്പോൾ അച്ചാറല്ലേ വെറുതെ വണ്ടിയിൽ കേടുണ്ടെന്ന് വെച്ചിട്ടേ നല്ലെണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ് ഗൈസ്. അപ്പോൾ ഇതിൽ പിന്നെ എണ്ണ ഒഴിച്ചു. അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കടുകും ഞാനത് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ചേർത്തു. ഈ കോവലും ചേർത്തു. അങ്ങനെ വിനാഗിരിയും കുറച്ച്
അച്ചാറും പൊടിയും ചേർത്തുള്ള ഒരു അച്ചാർ അത്ര തന്നെ. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. മറന്നു പറഞ്ഞാൽ അപ്പം എന്തോ ഒരു ഓർമ്മയാണ് കിട്ടും. മെഴുക്കുവരട്ടി ചേർക്കണില്ല, അടിപൊളിയാണ് കേട്ടോ. ഇത് ഇനി കുപ്പിയിലേക്ക് എണ്ണ തെളിഞ്ഞ് ഇപ്പോഴത്തെ സ്റ്റേജ് നല്ല രസമാണ്. എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളി അച്ചാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ബർത്ത്ഡേ വ്ളോഗാണ്. താങ്ക് യു.